റിനിയോട് ചോദിക്കാനായിട്ടുള്ളത്, ഇപ്പോൾ ഞാൻ പരിചയപ്പെട്ട് 24 മണിക്കൂറിനുള്ളിൽ റിനിയെ ഹോട്ടലിലേക്ക് വിളിച്ചിട്ടുണ്ടെങ്കിൽ റിനിയുടെ മറുപടി എന്തായിരുന്നു? അതുകൂടി പബ്ലിക് ഡൊമൈനിൽ വെച്ചോളൂ. എനിക്കറിയുന്ന പല കാര്യങ്ങൾ പറയാം വിത്ത് എവിഡൻസ്. ചാറ്റ് ശ്രീ ഹാഷ്മിക്ക് പരിശോധിച്ചു. ഇതിന് തുടക്കം റിനിയാണല്ലോ. അപ്പൊ എനിക്ക് തന്നെ എണ്ണാക്കിലല്ല അന്നദാനത്തെ കൊടുക്കേണ്ട രാഹുൽ എന്തായാലും. മെയ് മാസം 28-ാം തീയതി ഞാൻ ഫ്ലൈറ്റിലിരിക്കുകയാണ്. ഫ്ലൈറ്റിൽ പിന്നെ കയറി എല്ലാവരും ഇരുന്നു. അപ്പോൾ അനൗൺസ്മെന്റുകളൊക്കെ തുടങ്ങി. റിനിയുടെ ഫോണിൽ നിന്നും തുരുതുര എനിക്ക് കോൾ വരികയാണ്. ഞാൻ ഫോൺ എടുക്കുന്നു. അപ്പം ഞാൻ ആദ്യത്തെ ഫോണൊന്നും എടുത്തില്ല. അപ്പോൾ ഞാൻ ഫോൺ എടുക്കുന്നു. എന്താ അപ്പോൾ തുരുതുരാൾ വിളിക്കുന്നത് ചോദിച്ചാൽ അപ്പോൾ പറഞ്ഞു എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ്. മെയ് 28 നൽകണം. മെയ് 28 പറയുന്നു എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ്. ഞാൻ പറഞ്ഞട്ടെ. അപ്പോൾ ഞാൻ അമ്മയുടെ കൊടുക്കാം, അമ്മയ്ക്ക് നിങ്ങൾ ഭയങ്കര ഇഷ്ടമാണെന്ന് ഫോൺ കൊടുത്തോട്ടെ. അപ്പോൾ ഞാൻ ഫോൺ കൊടുത്തു. അപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു ഹാപ്പി ബർത്ത്ഡേ ടു യു, പിന്നെ ഞാൻ ഫ്ലൈറ്റിലാണ്, പിന്നീട് സംസാരിക്കാൻ പറഞ്ഞിട്ട് ഫോൺ കെട്ടിയിരുന്നു. പരിചയപ്പെട്ട് 24 മണിക്കൂറിനകം ഒരു മോശം അനുഭവമുള്ള ഇത്തരത്തിൽ മോശം അനുഭവമുള്ള ഈ ആരോപണം ഒരു 3-4 വർഷം അവർ തന്നെ പറയുന്ന കാലയളവിന് ശേഷം 2025 ഓഗസ്റ്റ് മാസം 19-ാം തീയതി മറ്റാണ് പറയുന്നത്. അതായത് ഇതിൽ നിന്ന് വ്യക്തമല്ലേ, പരിചയപ്പെട്ട് 24 മണിക്കൂറിനുള്ളിൽ കൂടെ കിടക്കാൻ വരുമോ എന്ന് പറഞ്ഞ് വിളിച്ചു എന്ന് പറഞ്ഞ പരാതി പറഞ്ഞ ആളാണ്. ആളിനെയാണ് 2, 3, 4 വർഷമായിട്ടും പിന്നെയും കോണ്ടാക്ട് ആണ്. അതായത് ഈ സംഭവം ഈ ന്യൂസ് ചാനലിൽ വന്നിട്ട് പറയുന്നതിന്റെ കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് രാഹുലിനെ വിളിച്ചിട്ട് ഫ്ലൈറ്റിൽ നിൽക്കുന്ന സമയത്ത് രാഹുലിനെ വിളിച്ചിട്ട് ഇങ്ങനെ അമ്മയുടെ ബർത്ത്ഡേയാണ്, അമ്മയുടെ വിഷ് ചെയ്യൂ, രാഹുലിനെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് വിഷ് ചെയ്തു. ആ വ്യക്തിയെക്കുറിച്ചാണ് ഇങ്ങനെ പരിചയപ്പെട്ട് ഒരു 24 മണിക്കൂർ കഴിയാത്ത മുൻപ് പിന്നെ എന്നെ കൂടെ കിടക്കാൻ വരുമെന്ന് വിളിച്ചു എന്ന് പറഞ്ഞ് പരാതി പറഞ്ഞത്. അപ്പൊ ഇവൾക്ക് എന്തിന്റെ കുഴപ്പമാണ്? റിനിക്ക് എന്താ കുഴപ്പമെന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവല്ലോ. രാഹുൽ പൊളിച്ചെടുക്കേണ്ട കേസ് അതൊക്കെ പൊളിച്ച് തകർത്തുണ്ട്, അന്നനാളത്തിൽ കൊടുക്കുന്നുണ്ട്. അടുത്തത് രാഹുൽ വീണ്ടും കേൾക്കാം. ഇവരെന്നിങ്ങനെ വിളിക്കുന്നത്. അതിനു മുൻപ് ഇവർ തൃശ്ശൂരിൽ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ വന്നിട്ട് തൃശ്ശൂർ അവരുടെ ഡെസ്റ്റിനേഷൻ ഉള്ള എന്നോട് പറഞ്ഞത്. എന്നോട് ചോദിച്ചു പാലക്കാട് ഉണ്ടെന്ന് പറഞ്ഞ് അവരെന്നെ പാലക്കാട് വന്ന് കണ്ട് വളരെ സ്നേഹത്തോടെ ഓഫീസിൽ വന്നിട്ടുണ്ട്. അടുത്തത് നോക്ക്. അതിനു മുൻപ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞങ്ങൾ എല്ലാവരും താമസിച്ചിരുന്ന, അപ്പോൾ നമ്മൾക്ക് കൂട്ടിമുട്ടിയ ഹോട്ടലുണ്ടല്ലോ, ആ ഹോട്ടലിൽ ഒരു ദിവസം അവരവിടെ ബൈ ചാൻസ് താമസിക്കാനൊക്കെ വന്നു. അപ്പോൾ ആൾക്കൂട്ടത്തിൽ വെച്ച് എന്നെ കണ്ടിട്ട് ഊട് അടുത്തേക്ക് വന്ന് സെൽഫി എടുത്ത ഒരാൾ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് എനിക്ക് പോലും അറിയില്ലായിരുന്നു, അവരെന്നെ കണ്ടിട്ടില്ല. 2 ദിവസം അവിടെ വർക്ക് ചെയ്യാൻ വന്നിട്ടുണ്ടെന്ന് പറയുന്ന ഒരാൾ ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ അക്ഷരാർത്ഥത്തിൽ അതാണ് കളി. ഇത് വ്യക്തമല്ലേ രാഹുലിനെ കൊടുക്കാൻ വേണ്ടി കാണിച്ച തരവഴിത്തരവും തെമ്മാടിത്തരവും ചേറ്റത്തരമാണെന്ന് ഉറപ്പല്ലേ. ഇത് റീനിക്ക് എങ്ങനെയെങ്കിലും ഫെയിം ആകണം, രാഹുലിനെ കൊടുക്കണം. രാഹുലിനെ ഇവള് പ്രേമിച്ചു, അത് തന്നെ പ്രേമനൈരാജ്യം. എങ്ങനെയെങ്കിലും പ്രേമിച്ചിട്ട് ഇവന്റെ കൂടെ ഇരിക്കാമെന്ന് വിചാരിച്ചു. ഭാവിയിൽ മുഖ്യമന്ത്രി വരെ ആകാനുള്ള ഒരു ചാൻസ് ഉള്ള കെൽപ്പുള്ള ആളാണ് രാഹുൽ എന്ന് മനസ്സിലാക്കിയപ്പോ രാഹുലിനെ അങ്ങോട്ട് കൂട്ടുപിടിച്ചു. നോക്കിയ രാഹുൽ പിടി കൊടുത്തില്ല. രാഹുൽ ഇങ്ങനെ പോവുക, തേൻ പിടിക്കുന്നു പരാഗണം വരെ നടക്കുന്ന ആളാണ് രാഹുൽ. അത് അവൾക്ക് മനസ്സിലായിട്ടില്ല. അവസാനം മനസ്സിലായപ്പോൾ കമ്പനി നേരെ പോയിട്ട് 24 മണിക്കൂറുള്ള എന്നെ കൂടെ കിടക്കാൻ വിളിച്ചു എന്ന് പറഞ്ഞാണ് കേസ് അങ്ങോട്ട് കൊടുക്കും അല്ലെ. പത്രമാധ്യമങ്ങൾ വന്ന് പറഞ്ഞു ഇവളായിരിക്കും പറയണല്ലോ. ഇനി അയ്യോ ഇവളാണ് ആദ്യത്തെ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പറയാൻ നമുക്കെതിരെ കേസ് വരും. തീർന്നിട്ടില്ല. ഇനി രാഹുൽ പറയുന്നുണ്ട് ഇവളിലേക്കില്ലേ കള്ളക്കളി കണ്ട് പൊളിച്ചടുക്കി. ഇനി ഇവള് വരുമായിരിക്കും, ചിലപ്പോൾ ഇനി ഇവള് മെല്ലെ വരുമായിരിക്കും, പൊന്തുമായിരിക്കും റിനി. എങ്ങനെയെങ്കിലും ഇതിനെ നമുക്ക് ശരിയാക്കണം, അതുകൊണ്ട് ഇനി കുറച്ചും കൂടി ഫെയിം ആകാം. ഇനി വേറെ എന്തെങ്കിലും കഥ സ്ക്രിപ്റ്റ് തയ്യാറാക്കുന്നുണ്ട്. ഇപ്പോൾ സ്ക്രിപ്റ്റ് തയ്യാറാക്കിയിട്ട് ഇനി ചിലപ്പോൾ 2 ദിവസത്തിനുള്ളിൽ വരും. രാഹുൽ ഓരോരുത്തരും പൊളിക്കുന്നുണ്ട്. അതിൽ ഒരാളിപ്പോൾ പത്രസമ്മേളനം നടത്തിയിട്ട് പറഞ്ഞിട്ടുണ്ട്, ബാക്കിയുള്ള ഓരോരുത്തരായിട്ട് വരും. എന്തായാലും റിനിക്ക് ആദ്യം തട്ടി കൊടുത്തിട്ടുണ്ട്. ഞാനൊന്ന് പറഞ്ഞെ. അപ്പൊ അങ്ങനെ അല്ല പിന്നെ പ്രണയമാണല്ലോ. സൗഹൃദത്തിന്റെ പേരിൽ അങ്ങനെ പൊസഷന്റെ ആവശ്യമില്ല. സൗഹൃദത്തിന്റെ തെറ്റും ശരിയൊന്നുമല്ലോ എന്ന് പറഞ്ഞത്. അതാണ് 24 മണിക്കൂർ തെറ്റ് ചോദിച്ചു, മോശമായിട്ട് സംസാരിച്ചു, എന്നിട്ട് 4 കൊല്ലം കൊണ്ട് നടന്നു. ഞാൻ ആ കൺവെർസേഷൻ പൂർണ്ണമായിട്ട് ഞാൻ പറഞ്ഞല്ലോ. റിനി അനുവദിച്ചാൽ കൺവെർസേഷൻ മൊത്തം ഫുൾ കൺവെർസേഷൻ ഞാൻ പുറത്തേക്ക് വിടാം. അതങ്ങനെ ബ്ലാക്ക് മെയിലിംഗ് ആണ്. സോ എനിക്കിപ്പോൾ മനസ്സിലാവുന്ന കരുതാ എന്നെപ്പറ്റി എന്തും പറയാം. എന്നിട്ട് നിങ്ങൾക്ക് എന്നോട് ചോദിക്കും എന്താ രാഹുലും മിണ്ടാത്തെ എന്നാ ഞാൻ പറയാം. ഞാൻ തെളിവുകൾ തരാന്ന് പറയുമ്പോൾ അത് ബ്ലാക്ക് മെയിൽ ആകുന്നത് അങ്ങനെ ഞാൻ ചോദിക്കുന്ന ഹാഷ്മി പിന്നെ ഞാൻ എങ്ങനെ പ്രൂവ് ചെയ്യണമെന്ന് ശ്രീ ഹാഷ്മി ആഗ്രഹിക്കുന്നത് ഞാൻ പറഞ്ഞാൽ മതിയോ? കോടതികൾ തീരുമാനം എടുക്കുന്നവരെ നിങ്ങൾ കാത്തിരിക്കാൻ തയ്യാറല്ല. ഞാൻ മറുപടി പറയാത്തത് എന്തെന്ന് നിങ്ങൾ ചോദിക്കും. ഞാൻ മറുപടി പറയുമ്പോൾ അതായത് ഈ ചോദ്യങ്ങൾക്ക് തിരിച്ച് ഹാഷ്മി ചോദിക്കുന്നതിന് ഹാഷ്മിനെ ഒരുപാട് പേര് എയറിൽ കയറ്റുന്നുണ്ട്. പക്ഷേ ഹാഷ്മിനെ എയറിൽ കയറ്റണ്ട. കാരണം ഹാഷ്മിനെ വേണമെന്ന് രാഹുൽ വിളിച്ചിട്ട് പോയതാണ്. അപ്പൊ ഹാഷ്മി മിണ്ടാതെ ഇങ്ങനെ താടിക്ക് കൈയും കൊടുത്തിരുന്ന ഹാഷ്മിനെ തെറ്റിദ്ധരിക്കും. അതുകൊണ്ട് ഹാഷ്മി കറക്റ്റ് കുറിക്കുള്ള ചോദ്യങ്ങൾ ചോദിച്ചത്. പക്ഷെ സപ്പോർട്ട് ഹാഷ്മി രാഹുൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പൊ ഇങ്ങനെ ഒരു ഇന്റർവ്യൂ വേറെ ഏത് ചാനലില്ലാതെ 24 തന്നെ പോയത്. ചാനലുകളിൽ ഭയങ്കര അതിനൊക്കെ നല്ല വ്യൂസ് ആയിരിക്കും. ഓരോരോ ബിറ്റിനും ഫുൾ വ്യൂ ആണ്. 49 മിനിറ്റ് എക്സ്ക്ലൂസീവാണ് വിട്ടിരിക്കുന്നത്. 49 മിനിറ്റിന്റെ അതിൽ കൂടുതലുണ്ടോയെന്ന് അറിയില്ല. കട്ട് ചെയ്ത് വന്നാണെന്ന് അറിയില്ല. പക്ഷേ
രാഹുൽ ഇതിൽ പറയുന്നുണ്ട് എനിക്ക് പറയാൻ അനുമതി, എന്നെ ഇപ്പോഴെങ്കിലും പറയാൻ അനുവദിക്കൂ. ഞാൻ രാഹുൽ ചോദിക്കുന്നത് സത്യമല്ലേ? എങ്ങനെ നിങ്ങൾ എന്താ എന്നെ ബ്ലാക്ക് മെയിൽ ആണോ എന്ന് പറയുന്നത്? ബ്ലാക്ക് മെയിൽ സത്യങ്ങൾ പറയുമ്പോൾ ബ്ലാക്ക് മെയിൽ ആണോ ചോദിക്കുന്നത് എന്തിനാണ്? ബ്ലാക്ക് മെയിൽ ആണോ എന്ന് സത്യങ്ങൾ എനിക്ക് പറയാനുള്ള അവസരം വേണ്ടേ? അതായത് കേസ് കൊടുത്ത 3 കേസിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല. അത് കോടതി ഇതാവും, പ്രശ്നമാവും, കോടതിക്ക് പ്രശ്നമാവും. രാഹുലിന്റെ ജാമ്യം ചിലപ്പോൾ ക്യാൻസലാക്കിക്കൊണ്ട് അകത്ത് പോകേണ്ടി വരും. കോടതിയിൽ നിൽക്കുന്ന കേസിനെ കുറിച്ച് പറയാൻ പറ്റില്ല. അല്ലാതെ കോടതി ഇല്ലാത്ത കേസ് രാഹുലിനെ ഫസ്റ്റ് ആയിട്ട് നാറ്റിക്കാൻ വേണ്ടിയിട്ട് തുനിഞ്ഞ് ഇറങ്ങി അവളുടെ കേസിൽ പറയണ്ടേ? അതാണ് പറഞ്ഞത്. വ്യക്തമായ തെളിവുകളും വ്യക്തമായ ചാറ്റ് ഉണ്ട്. ഭയങ്കര ഫുൾ കോൺഫിഡൻസ് ആയിട്ട് പഠിച്ചിട്ട് വന്നിട്ട് ഫുൾ കോൺഫിഡൻസ് ആയിട്ടാണ് വന്ന് പറയുന്നത്. ഇതെങ്ങനെ പൂർത്തീകരിക്കട്ടെ എന്നാണ് പറയുന്നത്. അതെ, ഞാൻ എന്തെങ്കിലും പൂർത്തീകരിക്കട്ടെ. എനിക്ക് മാത്രം അറിയുന്ന ഏതെങ്കിലും ഒരു കാര്യം ഇന്നത്തെ ദിവസം വരെ പുറത്ത് വന്നിട്ടില്ല. ഇനിയും കോടതിയിൽ അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടെന്നറിയില്ല, കോടതിയിൽ പിന്നെ ഒരു അടച്ചിട്ട കോടതി മുറിയിൽ വാദം മതി എന്ന് പറയുന്നത് ഞാനാണ്. അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അടച്ചിട്ട കോടതി മുറിയിൽ വാദം മതി എന്ന് പറയുന്നത് എനിക്കെതിരായിട്ട് എന്തെങ്കിലും വരുമെന്ന് പഠിച്ചിട്ടാണ്. എനിക്കെതിരായിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും ആദ്യം വരുന്ന മാധ്യമങ്ങളിലല്ലേ, പിന്നല്ലേ കോടതിയിലേക്ക് വരുന്നത്. മാധ്യമങ്ങൾ അതായത് ഇത് എനിക്ക് ഇപ്പോഴെങ്കിലും പറയാൻ അവസരം തരുമെന്നാണ് ചോദിക്കണം. പണ്ട് ദിലീപേട്ടൻ കോടതിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പറഞ്ഞ 8-ാം തീയതി കോടതിയിൽ നിന്ന് വെറുതെ വിട്ട് വന്നപ്പോൾ കോടതിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇനിയെങ്കിലും ഞാൻ സംസാരിക്കട്ടെ, 8 വർഷം നിങ്ങൾ സംസാരിച്ചില്ലേ എന്ന് പറയില്ല. അതേപോലെ തന്നെ രാഹുൽ ഇനി എന്നെ ഒന്ന് സംസാരിക്കാൻ വിടും, ഇനിയെങ്കിലും ഒന്ന് പറയട്ടെ പറയണം. കാരണം മാധ്യമങ്ങൾ പറയാൻ വിട്ടിട്ടേ ഇല്ല, രാഹുലിന്റെ ഭാഗം പറയാൻ വിട്ടില്ല. പിന്നെ രാഹുൽ പറയാൻ വന്നിട്ടുമില്ല, അത് വേറൊരു പ്രാവശ്യം പറയാൻ വന്നിട്ടുമില്ല. എന്തായാലും ഓരോരുത്തരുടെ പൊളിച്ചടക്കുന്നുണ്ട്. പിന്നെ 3-ാമത്തെ കേസിൽ ചെരുപ്പ് മേടിച്ചു മുതൽ ഷാമ്പു മേടിച്ചു മുതലുള്ള കഥകളെയൊക്കെ പറഞ്ഞതിനെയൊക്കെ പൊളിച്ചടുക്കുന്നുണ്ട്. പിന്നെ ഫ്ലാറ്റ് ചെരുപ്പിന്റെയും വലിയ വിശ്വാസം വരുന്നില്ല. കാരണം ഒരു ചെരുപ്പ് അറിയാൻ വേണ്ടി അവളുടെ അടുത്ത് പോയിട്ട് പിന്നെ ചെരുപ്പിന്റെ സൈസ് എത്രയാ അല്ലെങ്കിൽ ചെരുപ്പിന്റെ ലിങ്ക് അയച്ചിട്ടൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. ആ ചെരുപ്പ് ഏതാണെന്ന് വെച്ചാൽ അടിച്ചു നോക്കിയാൽ ചെരുപ്പിന്റെ ഡീറ്റെയിൽസ് വരും. അപ്പോൾ അറിയാനുള്ളതേ ഉള്ളൂ. ആ ചെരുപ്പിന്റെ ലിങ്ക് ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. അതൊന്നും നമുക്ക് അത്രയ്ക്ക് വിശ്വാസ്യത പോരാ. എന്നാലും രാഹുൽ എല്ലാവരെയും പൊളിച്ചടുക്കിയിട്ടുണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത്രയും കോൺഫിഡൻസ് ആയിട്ട് വന്നിട്ട് അങ്ങോട്ട് കത്തി കയറിയിട്ടുണ്ടല്ലോ ഇന്റർവ്യൂ. അങ്ങോട്ട് വിട്ടു. കാരണം അങ്ങോട്ട് പറയേണ്ട കാര്യങ്ങളെല്ലാം കറക്റ്റ് സമയത്ത് പറയണം. സെറ്റായിട്ട് എനിക്ക് തോന്നുന്നു ഈ കേസ് ഇനി ചിലപ്പോൾ ഇനിയും വരുമായിരിക്കും. കാരണം ഇടയിൽ ഹാഷ്മി ചോദിക്കുന്നുണ്ട് ഇനിയും കേസ് വരുമായിരിക്കുമ്പോൾ അതിനുള്ള മറുപടി രാഹുൽ കൊടുത്തിട്ടില്ല. അതിൽ ഏകദേശം ഫുള്ളായി ഞാൻ കണ്ടു എന്നറിയാം. ബിറ്റായിട്ടാണ് കണ്ടത്. ഏകദേശം ഫുള്ളായി കണ്ടു എന്ന് വിചാരിക്കുന്നത്. പക്ഷേ എന്തായാലും രാഹുല് ധൈര്യം തന്നെ, തൻ്റെ തന്നെ. ഹാഷ്മി അതിനെക്കാട്ടി മിടിക്കാൻ തന്നെ. കാരണം ഇത് ഇന്റർവ്യൂ വന്നു കഴിഞ്ഞാൽ ഒരുപാട് പേര് ഹാഷ്മിനെ കുറ്റം പറയും. അതായത് ഇപ്പോഴത്തെ ചാനൽ പ്രവർത്തകരിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ആളുകളിൽ ഒരാളാണ് ഹാഷ്മി. ആ ഇൻട്രോ തന്നെ കാണാൻ തന്നെ നമുക്ക് വൈകുന്നേരത്തെ ഒരു ഇൻട്രോ തന്നെ കാണാൻ ഒരു രസമാണ്. അതുപോലുള്ള ഹാഷ്മി ഇതുപോലെയുള്ളവർക്ക് വേണ്ടിയിട്ടും കേൾക്കുന്നുണ്ടല്ലോ. അയ്യോ അത് എനിക്ക് നെഗറ്റീവ് വരാൻ ചാൻസ് ഉണ്ടെന്ന് അറിയാം രാഹുലിന്റെ ഇന്റർവ്യൂവിന് ഈ സമയത്ത് വിളിച്ചാൽ, എന്നിട്ടും ഇന്റർവ്യൂ പങ്കെടുത്തു. അതുകൊണ്ട് ഹാഷ്മിക്ക് ഒരു ലൈക്ക്. എന്തായാലും സത്യങ്ങൾ എന്തായാലും ജനങ്ങൾക്ക് മനസ്സിലായി രാഹുൽ തെറ്റുകാരനല്ലെന്ന്. രാഹുൽ അതിൽ തീർത്തും പറയുന്നുണ്ട്. ഞാൻ ഒരാളുടെയും സമ്മതമില്ലാതെ ഒരു ബാഡ് ടച്ച് പോലും ഒരാളെ പോയി ടച്ച് ചെയ്തിട്ടില്ലെന്ന് രാഹുൽ അതിൽ തീർത്തും പറയുന്നുണ്ട്. എന്തായാലും കൊള്ളാം. രാഹുലിന് ഒരു ബിഗ് സല്യൂട്ട്. സൂപ്പറായി. എന്തായാലും വന്നിട്ട് ഇങ്ങനെയൊന്ന് പറഞ്ഞതിൽ അടിപൊളി. എന്തായാലും ഗുഡ്. രാഹുൽ അതിനർത്ഥം തെറ്റ് ചെയ്തിട്ടില്ല എന്നല്ല, രാഹുലിനെ ഫുൾ സപ്പോർട്ട് ചെയ്യുന്നു. അങ്ങനെ തെറ്റ് ചെയ്യാത്ത നന്മമരമാണെന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷെ രാഹുൽ ഇപ്പോൾ വന്ന് പറഞ്ഞതിന് സൂപ്പർ.